ഹായ്, ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്ലാസ്സിന് 1.5 കപ്പ് കടലപ്പരിപ്പ് 3 മണിക്കൂർ കുതിർത്ത് വെള്ളമൊക്കെ നല്ല ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. ഡ്രെയിൻ ചെയ്തെടുത്ത കടലപ്പരിപ്പ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് നമുക്കത് അരച്ചെടുക്കാം. നമ്മളിത് വെള്ളം തൊടാതാണ് അരച്ചെടുക്കുന്നത്. നമ്മളിത് മിക്സിയിൽ പൾസ് മോഡിലിട്ട് 2 കറക്കുമ്പം അതിങ്ങനെയാകും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ പൾസ് മോഡിൽ തന്നെ 2 പ്രാവശ്യം കൂടെ ആകുമ്പം ഇത് അരിഞ്ഞ് കിട്ടും. ഒരുപാട് ഇത് ഫൈനായിട്ട് അരയ്ക്കേണ്ട. നമുക്കതിന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ അരച്ചെടുക്കാം. 2 സ്പൂൺ കടലപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പരിപ്പൊടിക്കകത്ത് കടലപ്പരിപ്പോടെ കടിക്കാൻ കിട്ടണമല്ലോ, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഇതിനുള്ള മിക്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം തൊടാതെ അരയ്ക്കണമെന്ന് പറയുന്നത്, നമ്മൾ വെള്ളം കൂട്ടി അരയ്ക്കുന്നെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം തൊടാതെ അരയ്ക്കണമെന്ന് പറയുന്നത്. 6 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത്, 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, ചെറിയ ഇഞ്ചി ഒരു ചെറിയ പീസ് കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, ഉണക്കമുളക്, നമ്മൾ മാറ്റി വെച്ച 2 സ്പൂൺ കടലപ്പരിപ്പ്, 1/4 സ്പൂൺ കായം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വട മിക്സ് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പരിപ്പോടെ ഉണ്ടാക്കുമ്പം എണ്ണയുടെ നല്ല തിളച്ച എണ്ണ വേണം. അത് കഴിയുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം കുറയ്ക്കുന്നത്. എണ്ണ തിളച്ചതല്ലെങ്കിൽ പരിപ്പോടെ ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ നമുക്ക് നല്ല ചൂടായോ എന്നറിയാൻ വേണ്ടി ഇതിനൊരു കുഞ്ഞുരുള പരിപ്പോടയിലെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനർത്ഥം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ്. ഉള്ളിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈ ആദ്യം ഈ വെള്ളത്തിലൊന്ന് നനയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഉരുള മാവെടുക്കണം. എനിക്കൊക്കെ എപ്പോഴും ചെറിയ പരിപ്പ് വടയെ ഇഷ്ടം. കാരണം അല്ലെ നമുക്ക് അതിൻ്റെ അകമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തോന്നത്തുള്ളൂ. ചിലതിൻ്റെ അകം വേവാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ എപ്പോഴും ചെറിയ പരിപ്പ് വടയാണ് നല്ലത്. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. നമ്മൾ വിരലും കൊണ്ട് അമർത്തണ്ട. ഇങ്ങനെ നമ്മുടെ കൈയുടെ ഉൾവശം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതിന് നമ്മൾ 2 കൈയും നനച്ചിട്ട് ഉരുളയാക്കി എടുത്ത് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 3 സെക്കൻഡ് ആയിട്ടുണ്ട്. 3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പരിപ്പുവട ഇടുമ്പം എണ്ണ നല്ല ചൂടായിരിക്കണം. പരിപ്പുവട ഇട്ട് കഴിയുമ്പം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറി ഉൾവശം വേകാത്ത പോലെ വരും. പരിപ്പോടെ ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഞാൻ ചെറിയ പരിപ്പുവട ഉണ്ടാക്കിയതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ കുട്ടി പരിപ്പുവട. പരിപ്പുവട ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.